നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. കുഞ്ഞിൻ്റെ നാളറിയണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. സൂര്യ ടി വി എന്നാണ്. ഹരി പത്മനാഭൻ എന്ന് പറയും. ഉറച്ചു പറയൂ. ഹലോ, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. കുഞ്ഞ് റേഞ്ചിലോട്ടൊന്ന് വരും. ഒന്നും കേൾക്കുന്നില്ല. ഹലോ, ആ കേക്കാവോ? ഇപ്പൊ കേൾക്കാം. പറയൂ. എന്റെ കുഞ്ഞിന്റെ നാളറിയാൻ വേണ്ടിയായിരുന്നു. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. 27/5/2021. സമയം 3:20. AM ആണോ PM ആണോ? PM. എവിടെ ജനിച്ചേ? ജനിച്ചത് കോതമംഗലം അല്ലേ? എറണാകുളം ജില്ല. ആ, തൃക്കേട്ടയാണ് നക്ഷത്രം. വ്യാഴാഴ്ച ദിവസം. ഇടവം 13-ാം തീയതി. തൃക്കേട്ട എന്ന് കേട്ടപ്പം എന്തെങ്കിലും ടെൻഷൻ വന്നോ? അതോ ഡൗട്ട് വന്നു. അങ്ങനെ ഒന്നും കൂടെ റേഞ്ചിലേക്ക് വരൂ, എന്നിട്ട് പറയൂ. മറ്റുള്ള നാളുകൾ കേട്ടിട്ടുണ്ട്. തൃക്കേട്ട അങ്ങനെ കേൾക്കാത്തത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു പേടി പോലെ. എന്തിനു പേടിക്കുന്നേ? അല്ല, എല്ലാരും പറഞ്ഞു കേട്ടാന്ന് പറയുമ്പോ. മോളെ കുറച്ചുകൂടെ റേഞ്ചിൽ വാ. എന്നിട്ട് തൃക്കേട്ട എന്ന് പറയുമ്പോ നാള് പോലെ പറഞ്ഞു. എന്ത് നാള് പോലെ? ആൾക്കാർക്ക് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു തൃക്കേട്ട നാള്. ദൈവമേ, തൃക്കേട്ട ഭയങ്കര ഫേമസ് നാളാണ്. വലിയ അറിയപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉള്ള നാളാ കേട്ടോ. പിന്നെ ഇതിനെ പല രീതിയിൽ പലരും പറയൂ. ഈ തൃക്കേട്ടയ്ക്ക് അങ്ങനുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള നാളല്ല. നല്ല നാളാണ്. നല്ല ഭാവിയൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ടൈം ഇത്തിരി മോശമുള്ളത് കൊണ്ട് ആരോഗ്യപരമായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചോണം. വീഴാണ്ടും ഒക്കെ ഒന്ന് നോക്കിക്കോണം. അല്ലാതെ തൃക്കേട്ട ഒരു പ്രമുഖമായ നാളാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നതൊന്നും കേട്ട് വിഷമിക്കരുത്. പിന്നെ പലരും ചിലർ തൃക്കേട്ട തലക്കേട്ട എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കാര്യം ഇല്ല. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഇല്ല, അങ്ങനത്തെ ഒരു നക്ഷത്ര പിന്നെ ഈ ഗണ്ണാന്തം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. രേവതിയും ആയില്യം തൃക്കേട്ടയും. പക്ഷെ അത് 4-ാം പാദത്തെ പറ്റിയാണ് പറയുന്നത്. ഈ കുഞ്ഞു ജനിച്ചത് 3-ാം പാദത്തിലാണ്. ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ മറുപടി കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ ചില ആളുകളുണ്ടല്ലോ, ഒന്നും അറിയത്തില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പോകുന്ന വഴിക്ക് വന്നിട്ട് അയ്യോ തൃക്കേട്ടയാണോ, കുഞ്ഞിൻ്റെ നാൾ വലിയ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അല്ല, പോകുന്ന വഴിക്ക് ഒരു അടി അടിച്ചിട്ട് പോവാന്നുള്ള രീതിയിലേ. അപ്പം അതൊന്നും കേട്ട് വിഷമിക്കാനൊന്നും നിൽക്കരുത്. അങ്ങനെ ദോഷമുള്ള നാളൊന്നുമല്ല. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മകളുടെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ട് അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മേനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഹലോ, ഇത് ഹരി പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളാണ്, സൂര്യ ടി വിന്ന്. വിളിച്ച എടുത്തുകൂടെ കുഞ്ഞെ? ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത് 6/2/2002. സമയം ഒരു മിനിറ്റ്. ഒരു മിനിറ്റിലാണോ? അല്ലല്ല, ഒരു മിനിറ്റ്. ആരോട് ചോദിക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, ഇത് എനിക്ക് തന്നെയാണ്. അപ്പൊ അമ്മ പറഞ്ഞിട്ടാണ് വിളിക്കാൻ പറഞ്ഞത്. അയ്യോ, മോക്ക് അപ്പൊ സമയം അറിയില്ല? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, പക്ഷെ സമയം എനിക്ക് അറിയത്തില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ മോളെ? ജാതകത്തിൽ നോക്കാം. നോക്ക്, കിട്ടിയോ? ഒരു മിനിറ്റ്. അല്ലെങ്കിൽ വാട്സപ്പിൽ അത് അയച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ലല്ലോ. ഇപ്പൊ എന്തായാലും മോള് തപ്പിയെടുത്തെങ്കിലും എടുക്കേ. 45 നാഴിക അതാ കൊടുത്തേക്കുന്നത്. 45 നാഴികയെന്നേ ഉള്ളൂ മോളെ? 45 നാഴികയെന്നാ കൊടുത്തേക്കുന്നത്. തൃക്കേട്ടയാണോ മോളെ നക്ഷത്രം? അതെ, 9/12. മോളുടെ ഞാൻ എടുത്തു 9-12 സമയം. മോളുടേതേ മോൾക്ക് ഇപ്പൊ കണ്ടകശനി എന്ന് പറഞ്ഞൊരു ടൈമാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല മോളെ. നല്ല ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ജാതകമാണ്. അമ്മയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് കല്യാണം നടത്തണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് മോള് ജോലിയൊക്കെ മേടിച്ച് സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം നടത്തിയാൽ മതി. അത് അമ്മയെടുത്ത് പറയണം വരുമ്പോൾ. കാരണം മോൾക്ക് ഒരു നല്ല ജോലി കിട്ടും മോളെ. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവും. കാരണം പിന്നെ മാത്രമല്ല, ചിലപ്പോൾ ചിലയിടത്ത് ചെല്ലുമ്പം മോൾക്ക് വലിയ ചൊവ്വാദോഷമുണ്ട് എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഈ അമ്മമാരൊക്കെ കേൾക്കുമ്പോൾ വല്ലാണ്ട് ഭയപ്പെടും.
ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് കാണുവേ. അപ്പോൾ മോളിപ്പോൾ അത്തരം ചിന്തകൾ, അമ്മ വരുമ്പോൾ മോള് പറയണം ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയണം, ആദ്യം ജോലി കിട്ടട്ടെ എന്ന് പറയണം, ജോലിക്ക് വേണ്ടി മോള് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും മോൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നതിനും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും സാധിക്കുന്ന ആളാണ്. അതിനുവേണ്ടി ട്രൈ ചെയ്യണം. പിന്നെ അശ്രദ്ധയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഏകാഗ്രതയോടുകൂടി പരിശ്രമിക്കാൻ പറയണം. ചെയ്യോ? അത് മോൾക്ക് നല്ല നേട്ടങ്ങളും നല്ല പ്രയോജനകരമായ രീതികൾ ഉണ്ടാവും കേട്ടോ. ആശങ്കയൊന്നും വേണ്ട, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. പിന്നെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മോളെ, അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. എള്ളുപായസമൊക്കെ നടത്തുന്നത് നല്ലതാ, അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്ക്. ഓക്കെ, ശരി മോളെ, വേറെ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021.